ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ പിങ്കിയോട് ഉള്ളിലൊന്ന് വെച്ച് ഈ രീതിയിൽ അഭിനയിക്കരുതെന്ന് നമ്മുടെ അർജുൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് അത് ശരിക്കും അങ്ങ് കൊണ്ടു. ദേ എന്തായാലും ഇന്ന് തന്നെ ഒറ്റയടിക്കെല്ലാം സംസാരിച്ച് തീർക്കേണ്ട അർജുൻ, നാളെ സമയമുണ്ടല്ലോ എന്നും പറഞ്ഞ് പിങ്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മുടെ അർജുന് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അർജുൻ പിങ്കിയുടെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാം എടുത്തുകൊണ്ട് വന്ന് പുരട്ടി കൊടുക്കാമെന്നും പറഞ്ഞ് എടുത്ത് പുരട്ടി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പുരട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു അർജുൻ. അതെന്താ ഞാൻ പുരട്ടിയാലെന്ന് പിങ്കി എന്തായാലും ചോദിച്ചു. പറ അർജുൻ, എന്താ ഞാൻ പുരട്ടി തന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അർജുൻ. എനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ അർജുൻ എന്നെ ശുശ്രൂഷിച്ചല്ലേ എന്ന് ചോദിച്ചേ പിങ്കി. പകരത്തിന് പകരം എന്നെ ശുശ്രൂഷിക്കാമെന്ന് കരുതിയിട്ടാണോ എന്ന് ചോദിക്കാം. അപ്പോൾ അർജുൻ, ഞാനാണ് ശുശ്രൂഷിച്ചതെന്ന് പിങ്കി ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണെന്ന് പറയുമ്പോൾ അതെന്താ എനിക്കത്ര ബോധമൊന്നും ഇല്ലായിരുന്നോ അർജുനെ കണ്ട മനസ്സിലാവാതിരിക്കാൻ എന്ന് പിങ്കി ഇങ്ങനെ ചോദിക്കുന്നു. ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ അർജുൻ ആ ഒരു നേരത്തെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ഗൗതത്തിനെ കുറിച്ച് പറഞ്ഞതും ഐ ലവ് യു ഗൗതം, ഐ ലവ് യു ഗൗതം എന്നൊരു 1000 വട്ടം വിളിച്ചു പറഞ്ഞതെല്ലാം നമ്മുടെ അർജുൻ ഇങ്ങനെ ആലോചിക്കുക. എന്താ എനിക്ക് ബോധം ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. ബോധം ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. ഞാൻ അടുത്ത് വന്നിട്ടും നീ എന്നെ തിരിച്ചറിഞ്ഞതുപോലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് അർജുൻ പറഞ്ഞപ്പോൾ പിങ്കി ഒന്ന് ഞെട്ടി. ദേ വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ. എനിക്ക് അർജുനെ മനസ്സിലായില്ല എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് തെളിവാണ് അർജുൻ്റെ കയ്യിലുള്ളത് എന്നിങ്ങനെ പിങ്കി ചോദിച്ചപ്പോൾ തെളിവൊന്നും ചോദിക്കാതിരിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോഴും പിങ്കിക്കൊരു വല്ലായ്മ. തനിക്കും എനിക്കും അത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ് അർജുൻ അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോൾ പിങ്കിയുടെ ഈ ഒരു തനി നിറമൊക്കെ പുറത്ത് വന്നു എന്നുള്ളത് പിങ്കിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അർജുൻ എഴുന്നേറ്റ് പോകുന്നത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ലക്ഷ്മി അവിടെ ഇരിക്കുമ്പോൾ നന്ദ അമ്മയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ലക്ഷ്മി ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദ വന്നു ലക്ഷ്മിയെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയം ലക്ഷ്മിയോട് കാര്യങ്ങളൊന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആദ്യം കയറും, അതുകൊണ്ടൊന്നും മിണ്ടണ്ടെന്ന് സ്വയം അങ്ങ് തീരുമാനം എടുക്കുകയാണ് നമ്മുടെ നന്ദ. എന്നിട്ട് ആ ഉള്ളിലെ സങ്കടമൊക്കെ മറച്ചു പിടിച്ച് നേരെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുക. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച്. നന്ദമോളോ, പരീക്ഷയും കഴിഞ്ഞ് വന്ന് മുറിയിൽ കയറിപ്പോയ ആളാണല്ലോ, പിന്നെ ഇപ്പോഴാണ് ആളെ കാണുന്നത്. എനിക്ക് ഇപ്പോഴാണ് ഈ പത്രമൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ സമയം കിട്ടിയത്. മോൾക്കെന്തെങ്കിലും വേണോ? ഫ്രിഡ്ജിൽ മാമ്പഴം ഇരിപ്പുണ്ട്, അമ്മ ജ്യൂസ് അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ട് ഈ ലക്ഷ്മി പോകുമ്പം ഒന്നും വേണ്ടമ്മേ, ഞാനൊരു കാര്യം പറയാൻ എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചപ്പം ഞാൻ ഏലപ്പാറ വരെ പോവുകയാണെന്ന് അമ്മയോട് പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ അത് അവിടെ നിന്ന് കേൾക്കുക കേട്ടോ. അങ്ങനെ നന്ദ പോവുകയാണെന്നുള്ള കാര്യം അർജുന് മനസ്സിലായി. അപ്പം മോളുടെ വീട്ടിൽ പോവുകയാണോ എന്നിങ്ങനെ ലക്ഷ്മി ചോദിച്ചപ്പം അതേന്ന് നന്ദ പറഞ്ഞു. അമ്മ തടസ്സമൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ മരുമക്കള് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ഉടനെ വേണ്ട എന്ന് പറയരുത് എന്നുള്ളതാ എൻ്റെ രീതി എന്ന് പറഞ്ഞു. അത് കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ നന്ദ. എന്തായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി വിടാം അമ്മ എന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമില്ലമ്മേ, കുഴപ്പമില്ല. നാട്ടിൽ ആൻറ്റിയെ കണ്ടിട്ട് കുറച്ചായി, ഇനി അവധിയല്ലേ, ഈ ഒരു അവധിക്കാലം ഇനി അവിടെ നിൽക്കാമെന്ന് കരുതിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ലക്ഷ്മി ഇങ്ങനെ നോക്കുവാണ്. മോളെ പിന്നെ ഗൗതം കൂടെ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ലമ്മേ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഇതിൽ വിഷമത്തിൽ നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും ഈശ്വര, ഗൗതം നന്ദയെ പറഞ്ഞയക്കുന്നത് വല്ലതും ആണോ, എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങും അമ്മയെന്ന് പറഞ്ഞപ്പം പിന്നെ മോളെ അതെ മോളും ഗൗതവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ പിണങ്ങി പോകുകയല്ല ആണോ എന്നൊക്കെ ചോദിച്ചപ്പം ഒരിക്കലും അല്ല അമ്മേ, പറഞ്ഞല്ലോ രാവിലെ തന്നെ ഞാൻ പോകും രാധികാന്റിയെ കാണാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞു. പക്ഷേ അർജുന് മനസ്സിലായത് അതൊന്നും അല്ലെന്ന്. അമ്മയോട് യാത്ര പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങ് പോരുക. അപ്പോൾ അമ്മ വിഷമിക്കേണ്ട, ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. നന്ദ പോയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന് നമ്മുടെ അർജുനും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നന്ദയാണെങ്കിൽ സങ്കടത്തോടു കൂടി ഇങ്ങനെ അതിൽ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നന്ദ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു നമ്മുടെ അർജുൻ. എന്താ അർജുൻ? അപ്പോൾ അർജുനെ കണ്ടപ്പോഴത്തേക്കും കണ്ണുനീരൊക്കെ തുടച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം കണ്ണിലെ കണ്ണുനീര് ഞാൻ കണ്ടു എന്ന് പറയുവാണ്. അപ്പോൾ അതിനപ്പുറം ആ ഹൃദയത്തിലെ നോവും എനിക്ക് തിരിച്ചറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്കും വല്ലാതെ ആയിട്ടോ. അതെ നാളെ എവിടേക്കാണ് പോണത് എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ വീട് വരെയാണ് പോണത്, പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് അവധിയല്ലേ, കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് കരുതിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഈ ഇന്ത്യവരത്തിലെ ജീവിതം മടുത്തോന്ന് ചോദിച്ചു നമ്മുടെ അർജുൻ.
എനിക്കല്ല, എന്നെയാണ് മടുത്തത് എല്ലാവർക്കും എന്ന് നന്ദ പറഞ്ഞപ്പം ജനറലൈസ് ചെയ്യണോ എന്ന് ചോദിച്ചു അർജുൻ. ആരെയാണ് മടുത്തതെന്ന് കൃത്യമായി പറയുന്നതല്ലേ ഭംഗി. എന്തിനാ ഇങ്ങനെ വളഞ്ഞു മുക്കെ പിടിക്കുന്നത്? ഗൗതമേട്ടനുമായിട്ട് പിണങ്ങിയോ എന്ന് അർജുൻ ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്കൊന്നും പറയാനില്ല അർജുൻ എന്നാണ് നന്ദ അർജുനോട് പറഞ്ഞു. അതെല്ലാം പിങ്കി അപ്പുറം നിന്ന് കേൾക്കുക. ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുമുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റൊന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റുന്നില്ല എന്ന് നന്ദ പറയുമ്പോൾ അഭിരാമിയാണോ നിങ്ങൾക്കുള്ളിലെ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അതൊരു പ്രശ്നമാകുമായിരുന്നില്ല. മനസ്സടച്ചു പിടിച്ചു നിന്നത് ഗൗതം സാറാണ്. ഒടുക്കം ശിക്ഷ മുഴുവൻ എനിക്കും. ഇഷ്ടമല്ലാത്ത ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനും അപ്പുറം ഭാര്യയെ ഒറ്റ കൊടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അർജുൻ പക്ഷെ അത് എങ്ങനെ തെളിയിക്കണമെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതൊക്കെ കേട്ട് പിങ്കി അങ്ങ് അട്ടഹസിച്ചുകൊണ്ട് അപ്പുറം മാറി നിൽക്കുന്നതേ. അപ്പോൾ അർജുൻ പറഞ്ഞു, ആമിയെ ഒറ്റിക്കൊടുത്തത് നന്ദയുടെ തലയിൽ വന്ന് വീണല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഇങ്ങനെ പിങ്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാനല്ലേ അന്വേഷിച്ച് പിന്നാലെ നടന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെ ശരിയാകും നന്ദ? ഞാനും പോയില്ലേ പിന്നാലെ, പിങ്കിയും പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിങ്കിയും ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിങ്കിക്ക് ടെൻഷനായി. നമ്മൾ 3 പേരിൽ ആർക്ക് വേണമെങ്കിലും ഒറ്റുകാരൻ്റെ വേഷം അത് ചേരില്ലേ എന്നും അർജുൻ നന്ദയോട് ചോദിക്കുന്നു. പിങ്കി അവിടെ കിടന്നിങ്ങനെ ഉരുളുക. ഏകപക്ഷീയമായി നന്ദയുടെ നേരെ വാളാകുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് ചോദിച്ചപ്പം ഞാനാണല്ലോ സാറിനെ കൂടുതൽ സ്നേഹിച്ചത്, എനിക്കാണല്ലോ സാറിനെ ഫ്രീ ആയിട്ട് കിട്ടേണ്ടത്, ലാഭം കൂടുതൽ കിട്ടിയത് കൊണ്ടല്ലേ കുറ്റക്കാരാകാൻ സാധ്യതയും കൂടുതലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നിനക്കല്ല നന്ദ കൂടുതൽ ലാഭം, എനിക്കാ. ഒരു വെടിക്ക് 2 പക്ഷികളാ, ഒന്ന് നീ, അടുത്തത് അഭിരാമി. ഗൗതമനെ ഫ്രീ ആക്കി കിട്ടുന്നതേ എനിക്കാണെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പറയുന്നു. ഞാൻ തന്നെയാണ് ഗൗതത്തിനെ കൂടുതൽ സ്നേഹിച്ചത് എന്ന് പിങ്കി ഇങ്ങനെ ആ ഒരു ഉള്ളിൽ പറയുമ്പോൾ അർജുൻ അവിടെ നിന്ന് നന്ദയല്ല ഒറ്റിക്കൊടുത്തതെന്ന് 100% ഉറപ്പല്ലേ എന്ന് ചോദിച്ചു നന്ദയോട്. അപ്പം 101% ഞാനല്ല എന്ന് നമ്മുടെ നന്ദ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഇറങ്ങിപ്പോക്കിൻ്റെ അർത്ഥം എന്താ നന്ദ? ചെയ്യാത്ത കുറ്റം സമ്മതിച്ച് ശിക്ഷ ഏറ്റുവാങ്ങുന്നത് പോലെയല്ലേ അതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ല അർജുൻ, എൻ്റെ കൂടെ നിൽക്കാനും ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു അത്? ഞാനുണ്ട് കൂടെ നിൽക്കാൻ. നന്ദ എന്തിനാ വിഷമിക്കുന്നത് എന്ന് അർജുൻ നന്ദയോട് ചോദിച്ചപ്പോൾ ഒരാങ്ങളയുടെ സ്നേഹം അത് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി. ഈ സമയത്ത് പിങ്കി പല്ലിറങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗൗതമേട്ടനോട് ഞാൻ സംസാരിക്കാം, വെറും തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ പടിയിറങ്ങി പോകേണ്ടവരല്ല നിങ്ങൾ. അപ്പം ഈ അർജുൻ ഇത് എന്തിൻ്റെ കേടായത്? അവൾ എലിയിലും പൊയ്ക്കോളില്ലേ എന്ന് പിങ്കി അവിടെ നിന്ന് ചിന്തിക്കാം. അപ്പം നന്ദയ്ക്ക് ഇവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അർജുൻ. സ്വർഗമല്ലേ ഇത്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് പൊള്ളുകയല്ലേ ഉള്ളൂ എന്നും നന്ദ അന്നേരത്തേക്കും അർജുനോട് പറയുന്നു. അതും പിങ്കിക്ക് ശിക്ഷയാകുന്നു. പക്ഷേ ഗൗതം സാറ് എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞുവെന്നുള്ള കാര്യം നന്ദ പറയുക, അതെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് പിങ്കി നിന്നിങ്ങനെ കുണുങ്ങുമ്പോൾ അതൊന്നും സാരമില്ലെന്നേ, തെറ്റിദ്ധാരണയുടെ ആ ഒരു സാഹചര്യത്തിൽ അതങ്ങനെയൊക്കെ സംഭവിക്കും. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷം ഇറക്കിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് അർജുൻ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ടെന്നേ, എന്തായാലും നന്ദ ഗൗതമേട്ടനെ ഉപേക്ഷിക്കാതിരുന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ശരിയാകും, ഞാൻ വാക്കു തരാമെന്നും പറഞ്ഞ് അർജുൻ ഇങ്ങനെ നന്ദയ്ക്ക് നല്ല ആ ഒരു ഇത് കൊടുത്തു. അപ്പോൾ അർജുനോടുള്ള നന്ദിയും ഇതൊക്കെ ഇത് കഴിച്ചിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോയി. നന്ദ അങ്ങ് പോയപ്പോൾ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടായിട്ടാണ് പോകുന്നത്. നന്ദ അങ്ങ് പോയപ്പോൾ നന്ദയുടെ മുഖത്ത് ആ ചിരി കണ്ടപ്പോൾ അർജുന് സമാധാനമായി. അപ്പോൾ നന്ദയെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് അവിടെ അസുഖം തുടങ്ങി. പിങ്കി തുള്ളിച്ചാടി എന്നിട്ട് നേരെ അർജുൻ്റെ അടുത്തേക്ക് വരിക. അർജുൻ, നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാണെന്നും ചോദിച്ചു. അപ്പോൾ മനസ്സിലായില്ല, നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു, ഗൗതവും നന്ദയും തമ്മിലുള്ള വിഷയം തീർക്കലും ഇടനില നിൽക്കലുമാണോ നിങ്ങളുടെ പണി എന്ന് അർജുനോട് ചോദിച്ചപ്പോൾ ആണെങ്കിൽ എന്താ നീ എൻ്റെ തല കൊയ്യുമോ എന്ന് ചോദിച്ചു. നിങ്ങളൊരു പട്ടാളക്കാരനായിരുന്നില്ലേ, മിനിമം ആ ഒരു സ്റ്റാൻഡേർഡെങ്കിലും കാണിക്ക്, ആ അഭിരാമിയുടെ പുറകെ പോയി സ്വന്തം പേരൂടെ കളയരുതെന്ന് പറഞ്ഞപ്പം ഓ അപ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ കേട്ടല്ലേ എന്ന് ചോദിച്ചു അർജുൻ. അപ്പം അതല്ല ഞാൻ ആദ്യം പറഞ്ഞതൊന്ന് പിങ്കി, ഇത്രയും വിദഗ്ധമായി ഒളിഞ്ഞു നിന്ന് ഇത്രയും വിദഗ്ധമായ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല, മിടിക്കുക കേട്ടോ എന്ന് പറഞ്ഞു അർജുൻ പിങ്കിയോട്. എന്താ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചപ്പം ഒരിക്കലുമല്ല, ഇതുപോലെ വിദഗ്ധയായ ഒരു സ്പൈ വർക്കറിനെ കണ്ടുപിടിക്കുകയാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അർജുൻ പറഞ്ഞപ്പം മനസ്സിലായില്ല എന്ന് പറഞ്ഞു പിങ്കി. അഭിരാമി ഒറ്റ കൊടുത്തത് നന്ദയല്ല, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം എനിക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ ഒന്നുമല്ല തല നീക്കാം. അപ്പം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ ഞാൻ വഴിയാ പറയാം, തൽക്കാലം ഇപ്പം അത്ര അറിഞ്ഞാൽ മതിയെന്നും നമ്മുടെ അർജുൻ പിങ്കിയോട് പറഞ്ഞു. എന്തായാലും താൻ പേടിക്കൊന്നും വേണ്ട, തന്നെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല കേട്ടോ, അതുകൊണ്ട് താൻ തല പുകയ്ക്കണ്ടെന്നും പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് അങ്ങ് പോയി. അർജുൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക,
ഇനി പിങ്കി എങ്ങാനും ആണോ എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞ് പിന്നെ അർജുൻ നേരെ പോകുന്നത് ഗൗതത്തിൻ്റെ അരികിലേക്കാണ്. ഗൗതം ഇങ്ങനെ ഒരിടത്ത് പോയി മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഏട്ടാ എന്ന് പറഞ്ഞു ചെന്നു. നന്ദ ഏലപ്പാറയ്ക്ക് പോവാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അർജുൻ പറഞ്ഞതൊന്നും ഒരു ഗൗരവത്തിലെടുക്കാത്ത രീതിയിൽ ഗൗതം ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം ഇല്ല എന്നും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അപ്പം കള്ളം പറയല്ലേ ഏട്ടാ, നന്ദ പോകുന്നതിന് കാരണക്കാരൻ ഏട്ടനാണെന്ന് എനിക്കറിയാം, ഏട്ടനും അതറിയാമെന്നും പറഞ്ഞു. എന്താ സത്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനും ഗൗതം ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നത്. ഏലപ്പാറയിൽ അവൾക്ക് വീടും സ്ഥലവും ഉണ്ട്, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തൊന്നുമല്ല, പാരമ്പര്യമായിട്ട് കിട്ടിയതാ. പിന്നെ എങ്ങനെയാ നന്ദ അവിടെ പോകുന്നതിന് ഞാൻ കാരണക്കാരനാകുന്നതെന്ന് ഗൗതം ചോദിക്കുമ്പം അപ്പം എല്ലാം അറിഞ്ഞിട്ടും ഏട്ടൻ മുട്ടായുക്തികൾ പറയുകയാണല്ലേ. അപ്പം അങ്ങനെ ഒരു തർക്കത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ. അപ്പോഴേക്കും ഗൗതവും പറഞ്ഞു എനിക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഗൗതത്തിൻ്റെ കൈക്ക് കയറി അർജുൻ പിടിച്ചു. അപ്പോൾ അർജുൻ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ഗൗതം. അപ്പം കൈവിട അർജുൻ എന്ന് പറഞ്ഞപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് ഏട്ടൻ പോയാൽ മതി എന്ന് പറഞ്ഞു. എടാ നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. നന്ദയ്ക്ക് വേണ്ടിയുള്ള ആരുടെ വാദവും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ? എൻ്റെ ഏട്ടത്തി അവർ നന്ദയുടെ സങ്കടവും വിഷമവും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. അപ്പം നിൻ്റെ സുഹൃത്തായിരുന്നല്ലോ ആമി, അവരുടെ അവസ്ഥ അത് നീ കണ്ടതല്ലേ. ആ സങ്കടത്തിനും കണ്ണുനീരിനും ഒരു വിലയും നിൻ്റെ മനസ്സിലില്ലല്ലേ എന്ന് അർജുനോട് ഗൗതം ചോദിക്കുമ്പോൾ ഏട്ടാ ഒന്നും പറയണ്ട അർജുൻ, നീ എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. പോലീസ് കൊണ്ടുപോയ അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും ഇതുവരെ മാഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം അർജുനോട് പറയുന്നു. ആ ഒരു നിമിഷത്തെ പറ്റി, ഗൗതത്തിനെ ആമി നോക്കി ആ ഒരു നിന്ന നിമിഷത്തെ പറ്റി അതെല്ലാം നമ്മുടെ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഗൗതം. അവളുടെ വയറ്റിലുള്ള കുഞ്ഞു പോലും ഒരു പക്ഷേ എന്നെ ശപിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ ഗൗതമേട്ടാ ആമിയുടെ കാര്യം മറന്നിട്ടല്ല ഞാൻ നന്ദയുടെ കാര്യം സംസാരിക്കുന്നത്. ഏട്ടൻ വിചാരിക്കുന്നത് പോലെ നന്ദയല്ല ആമിയെ ഒറ്റ കൊടുത്തത്, അതെനിക്ക് ഉറപ്പാണെന്ന് അർജുൻ പറഞ്ഞു. അപ്പം തർക്കിക്കേണ്ട അർജുൻ, അത് ചെയ്തത് നന്ദ തന്നെയാണ്, അതിലെനിക്ക് 100% ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് ഇറങ്ങിപ്പോണു. അർജുൻ പിന്നാലെ പോണു. ബ്ലൈൻഡായിട്ട് സംസാരിക്കല്ലേ ഏട്ടാ എന്നും പറഞ്ഞു. അപ്പോഴും ഗൗതം അവിടെ പിടിച്ച് നിൽക്കും കേട്ടോ. നിങ്ങൾ പോലീസല്ലേ, തെളിവുകളും അതുപോലെ സാക്ഷികളും ഇല്ലാതെ ഒരാളെ പോലും കുറ്റക്കാരായി കാണരുതെന്നല്ലേ നിയമം എന്ന് ചോദിച്ചു അർജുൻ. ആ നിയമമൊക്കെ കോടതിക്ക് ഒരാളുടെ വാക്കും പ്രവൃത്തിയും സംശയിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച ഒരു പോലീസുകാരന് മനസ്സിലാവും ആരാണ് കുറ്റവാളി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വൈൽഡ് കേസ് ആക്കേണ്ട കാര്യം എന്താ? ഇതിനെ നന്ദി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഏത് സോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് തെളിയിക്കാൻ ഏട്ടനത് പ്രയാസമെന്ന് അർജുൻ ചോദിച്ചു. ആരാണ് ആമി ഒറ്റിയതെന്ന് എനിക്കറിയാം, അതിലെനിക്ക് തീർച്ചയുണ്ട്. ഇനി അതേ കാര്യം അന്വേഷിച്ച് പോകാൻ എനിക്ക് താല്പര്യമില്ല, സമയമില്ല എന്ന് തന്നെ കൂട്ടിക്കോളാനും ഗൗതം പറഞ്ഞപ്പം നന്ദയെ ഒഴിവാക്കാനാണോ ധൃതി എന്ന് അർജുൻ ചോദിച്ചു. അത് അത്ര എളുപ്പമാവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം ഒന്ന് ചിരിച്ചു. നീയേ എന്നെ ഏട്ടാ എന്ന് വിളിക്കുന്നത് ഞാൻ നിന്നെ അല്ല എന്ന് ഗൗതം, അത് നീ മറക്കരുതെന്നും പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഗൗതം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അർജുന് മനസ്സിലായി ഇത് പെട്ടെന്നൊന്നും തലയൂരിയെടുക്കാൻ പറ്റുന്നൊരു കേസ് കെട്ടല്ല എന്നുള്ളത്. അങ്ങനെ നന്ദയ്ക്ക് വാക്ക് കൊടുത്തിട്ട് നിൽക്കുന്ന നമ്മുടെ അർജുൻ അത് ചെയ്തല്ലേ പറ്റൂ. പിന്നെ നന്ദ റൂമിലിരുന്ന് മുടി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി വന്നു. ഗൗതം വന്ന സമയത്ത് നന്ദയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നന്ദ നല്ല ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഗൗതം ഇങ്ങനെ അടിമുടി നോക്കുവാട്ടെ, ഇവർക്ക് മാറ്റമൊന്നുമില്ല, ഇവൾ പോണില്ലേ എന്നുള്ള രീതിയിൽ. ആ സമയം ഗൗതം സാർ എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ എവിടെ പോയതാ, കണ്ടിട്ട് കുറച്ച് നേരം ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ഗൗതത്തിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ സാർ എന്താ ഈ നോക്കണേന്ന് ചോദിച്ചു നന്ദ. ഞാനിനി ചോദിച്ചത് മറ്റാരോടെങ്കിലും ആണെന്നാണോ സാർ വിചാരിച്ചത്? വേറെ ആരോടും അല്ല കേട്ടോ, സാറിനോട് തന്നെ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം റൂമിലേക്ക് അവൾക്കരികിലേക്ക് ചെന്നു. പറയണം സാർ, എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചു. അപ്പോൾ താനെന്തിനാ അതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു ഗൗതം. ആഹാ, അത് കൊള്ളാം, ഗൗതം സാറിൻ്റെ ഭാര്യയാണ് ഞാൻ, സാർ എവിടെയാണ്, എന്തെടുക്കുക, ഇതൊക്കെ അറിയാനുള്ള അവകാശം അതെനിക്കില്ലേന്ന് ചോദിച്ചു. ആ സമയം നന്ദ വെറുതെ ആവശ്യമില്ലാതെ താൻ എൻ്റെ മുന്നിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു. ആ അധ്യായമൊക്കെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞപ്പം എങ്ങനെ കഴിഞ്ഞു? ഒന്നും കഴിഞ്ഞിട്ടില്ല, കഴിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്ക് വേണം നിന്റെ സമ്മതം? ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചാൽ തന്നെയാണെന്ന് നമ്മുടെ ഗൗതം പറയുമ്പോൾ ഒരിക്കലുമല്ല, ഗൗതം സാറിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനേ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അത് നടക്കില്ല കേട്ടോ. ലീഗലി മാരീഡാണ് നമ്മൾ. ആ ബന്ധത്തിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, 2 പേരും കൂടി തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പം നീ വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, ഏലപ്പാറയ്ക്ക് പോകാൻ തീരുമാനിച്ചെന്ന് എനിക്കറിയാം, അത്രയും നല്ല കാര്യമാണെന്ന് ഗൗതം പറഞ്ഞപ്പം അങ്ങനെ ഓർത്ത് സമാധാനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ തീരുമാനം പുനഃപരിശോധിച്ചു, അല്ല മാറ്റിയെന്ന് തന്നെ പറയാവുന്ന അർജുൻ്റെ ആ ഒരു ഇത് കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു. അപ്പം ഇത് പാവം നമ്മുടെ ഗൗതത്തിന് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലെന്ന് ഗൗതം പറഞ്ഞപ്പോൾ സിമ്പിളാ,
ഞാൻ ഏലപ്പാറയ്ക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഗൗതം സാർ എന്നെയല്ലേ ഉപേക്ഷിച്ചത്, ഞാൻ ഗൗതം സാറിനെ അല്ലല്ലോ. അതുകൊണ്ട് ഞാനെന്തിനാ വെറുതെ ഇവിടെ നിന്ന് പോണത്? ഇവിടെ തന്നെ ഞാൻ നിൽക്കും, ഫൈറ്റ് ചെയ്യും, സത്യം തെളിയിക്കണം എന്ന് തീരുമാനിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേ നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു ഗൗതം. തെളിയേണ്ട സത്യം എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ ഗൗതത്തിനോട് ഇല്ല സാർ, ഒന്നും തെളിഞ്ഞിട്ടില്ല, അത് താമസിയാതെ സാറിന് മനസ്സിലാകുമെന്ന് പറഞ്ഞു നന്ദ. കൂടുതലൊന്നും എനിക്ക് മനസ്സിലാക്കണമെന്നില്ലെന്ന് പറഞ്ഞപ്പം നിർബന്ധം എനിക്കാണെന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയുക. സാർ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, ആ താലിമാല ഞാൻ തിരിച്ച് ചോദിക്കില്ല എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. പിന്നെ അത് സാറിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഞാനത് ആവശ്യപ്പെടുന്നേയില്ല. അഗ്നിശുദ്ധി വരുത്തിയ സീതയായി ഒരിക്കൽ ഞാൻ സാറിൻ്റെ മുന്നിൽ വരും, അപ്പോൾ മാത്രം സാർ അതെൻ്റെ കഴുത്തിൽ ഇട്ട് തന്നാൽ മതിയെന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക നന്ദ അടിമുടി. അതുവരെ ഞാൻ കാത്തിരുന്നോളാവെന്നും നമ്മുടെ നന്ദ പറയുന്നു. ഗൗതം അതൊക്കെ കേട്ടിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അതും പറഞ്ഞ് നന്ദ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോഴും ഗൗതം ഇങ്ങനെ നിന്ന് ആലോചിക്കുക. അപ്പോൾ ഗൗതത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ദേഷ്യം തന്നെയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ADGP സാറിനെ. ആ സാറിനെ കാണാനായിട്ട് ദേ നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് ചെന്നു. നന്ദയും അതുപോലെ തന്നെയുണ്ട്, രണ്ടുപേരും കൂടി. ഇത്ര രാവിലെ നിങ്ങൾ കാണാൻ വന്നപ്പോൾ ഞാൻ അമ്പരന്ന് പോയി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആയിരിക്കും എന്ന് കരുതിയെന്ന് പറഞ്ഞപ്പം വിഷയം സീരിയസ് തന്നെയാണ് സാർ. ഗൗതം സാറ് എന്നോട് പിണങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു സാധാരണ സൗന്ദര്യ പിണക്കമാണെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു നന്ദ സാറിനോട്. അപ്പോൾ ഗൗരവമുള്ളതാണെന്ന് തന്നെ എടുക്കുക. എന്നാലും നിങ്ങൾ ചോദിക്കുന്ന ഇൻഫർമേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് വല്ല നിശ്ചയം ഉണ്ടോ എന്ന് ആ സാറ് ചോദിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴും ഇവരിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. മിസ്റ്റർ അർജുൻ ഒരു പട്ടാള ഓഫീസറായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് അഭിരാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നത് ആരാണെന്ന് ചോദിക്കുന്നതിൽ അനൗചിത്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അത് കേട്ട് അർജുൻ സാർ, ഇത് എനിക്കും നന്ദയ്ക്കുമാണ്, മറ്റൊരു രീതിയിലും ദുരുപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ അല്ല എന്ന് സാറിന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദയും അച്ഛൻ വിനയചന്ദ്രനൊക്കെ നേർവഴി വിട്ട് പ്രവർത്തിക്കുന്നവരല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ആ ഒരു ഇതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ തന്നോടും എനിക്ക് മതിപ്പ് തന്നെ ഉള്ളൂ അർജുൻ. അപ്പോൾ അർജുൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആമിയാണെന്ന് മനസ്സിലാക്കാൻ കുറേ സമയം എടുത്തുവെന്നും അതാണ് സംഭവിച്ച എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അർജുൻ ഈ സാറിനോട് പറഞ്ഞു. അപ്പോൾ ഗൗതം സാറിൻ്റെ ലൈഫ് ഒരു കൂടപ്പിറപ്പിൻ്റെ അത്രയും തന്നെ പ്രാധാന്യം അഭിരാമിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നന്ദ പറയുവാണ് ഈ സാറിനോട്. അപ്പോൾ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് കരിയറും പേഴ്സണൽ ലൈഫും പ്രൊഫഷൻ എത്തിക്സും എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം അവളുടെ കൂടെ നിൽക്കാൻ തയ്യാറായത്, അത്രയൊക്കെ ത്യാഗം സഹിച്ച് അഭിരാമിയെ സംരക്ഷിച്ചത് ആ കുഞ്ഞിന് നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടി കൂടി ആയിരുന്നു എന്ന് നന്ദ പറയണു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും അറിയാതെ ഞാൻ കുറേ എടുത്തുചാട്ടങ്ങളൊക്കെ നടത്തി എല്ലാം നശിപ്പിച്ച് കളഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ നന്ദ പറയുമ്പോൾ അത് നന്ദയുടെ കുറ്റമല്ല. ഏതൊരു ഭാര്യയും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. പക്ഷേ അഭിരാമി പിടിക്കപ്പെട്ടതോടെ മറ്റു ന്യായീകരണങ്ങളൊന്നും ഗൗതമേട്ടൻ്റെ അടുത്ത് വിലപ്പോയില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് നന്ദയും വിഷമിച്ചിരിക്കുക. അത് ചെയ്തത് ആരാണെങ്കിലും ആജന്മ ശത്രുവാണെന്നാണ് ഗൗതമേട്ടൻ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സാറിനോട് കാര്യങ്ങളെല്ലാം ഇവർ അവതരിപ്പിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.